ഇസ്ലാമിക വിശ്വാസ പ്രകാരം കല്ലും മുള്ളും മുരടും മൂർക്കൻ ബാബും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും അതുപോലെ പാമ്പും പുലിയും സിംഹവും തേളും കടുവയും എലിയും പശു ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ. മലക്കാരാധിക്കപ്പെട്ടുകൂടാ, ജിന്നാരാധിക്കപ്പെട്ടുകൂടാ, ഔലിയാക്കൾ ആരാധിക്കപ്പെട്ടുകൂടാ, ദർഗപൂജ ചെയ്തുകൂടാ. സൃഷ്ടിയാണോ ആ സൃഷ്ടിയൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ. ഈശാ വാസ്യോപനിഷത്ത് എന്ന് പേരുള്ള ഒരു ഉപനിഷത്തുണ്ട്. ഈശാവാസ്യോപനിഷത്ത് 12ാമത്തെ ശ്ലോകം. എന്താ പറയുന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൃഷ്ടികളിൽ ഒരാളെയും ആരാധിക്കരുത് സൃഷ്ടാവിനെ അല്ലാതെ. അത് പറയാണ് ഈശാവാസ്യോപനിഷത്ത്. ബാല മോനെ ജോർജെ ചിന്തിക്ക്. വേദഗ്രന്ഥം പറയാണെന്ത്? അന്തം തമഹ പ്രഭിശന്തിയേ സംഭൂദ്യമുപാസതേ തദോ ഭൂയൈവദേ യഹു സംഭൂദ്യാം രദഃ. ഈശാവാസ്യോപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഘോരാന്ധകാരമായ നരകത്ത് പോവും. എങ്ങനെ? എന്ത്? ഘോരാന്ധകാരമായ നരകത്ത് പോവും. ആര്? സൃഷ്ടാവിനെയല്ലാതെ സൃഷ്ടിയെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും. പശുവിനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നതാണ് ഹൈന്ദവ വേദഗ്രന്ഥത്തിലുള്ളത്. ഞങ്ങൾ വായിച്ചു, ഞങ്ങളത് എല്ലാ സ്ഥലത്തും ജനങ്ങളോട് പറയുന്നു. അമ്പലത്തിൽ പോയിട്ട് ദേവീദേവനെ ആരാധിക്കുന്നവരോട് കെ പരമേശ്വരൻ പിള്ള എഴുതിയൊരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഹിന്ദുധർമ്മ പരിചയം. ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. അത് മേൽവിലാസമാണ്. ആ ഗ്രന്ഥത്തിന്റെ 21ാമത്തെ അധ്യായം 148ാമത്തെ പേജ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഹിന്ദുധർമ്മ പരിചയം എഴുതിയത് കെ പരമേശ്വരൻ പിള്ള. അധ്യായം 21, പേജ് 148, പാരഗ്രാഫ് 2, 1-2 വരി. ഇനി ഞാൻ പറയട്ടില്ലല്ലോ, നെറ്റിൽ അടിച്ചു നോക്കി ആ പുസ്തകം കിട്ടും. ഇപ്പൊ നോക്കിയാൽ മതി. ആ പുസ്തകത്തിൽ എന്താ പറയുന്നറിയോ? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. എന്താണ്? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുത്താലല്ലാതെ ഒരു പുൽക്കൊടി നീക്കാൻ സാധ്യമല്ല. ഓ, സമസ്തക്കാര് ശരിക്ക് കേൾക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. സമസ്തക്കാരെ